നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ അഖിൽ മാരാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം അഖിൽ മാരാർ പിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ഇന്ത്യ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അതുമാത്രമല്ല, വേറൊരു എൻ്റെ ഒരു എന്താണ് ആർമിയിൽ തന്നെയുള്ളൊരു സുഹൃത്ത്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾ പറഞ്ഞാണ്. അതുപോലെ വേറെ പല സുഹൃത്തുക്കളും വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ അതുമാത്രമല്ല, ജനൻ ടി വി പുള്ളിനെ ഒരു വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ട് പോകാത്തതിൻ്റെ പ്രതികാരമാണ് എന്നോട് കാണിച്ചത്. ഇതൊക്കെയാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലത്തെ. എന്തിനാണ് ഇങ്ങനെ വല്ലവരും പറയണത് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് ചെയ്യാൻ നിൽക്കണതിൻ്റെ കാര്യം എന്ത്? അപ്പം നിനക്ക് നിൻ്റെ രാജ്യമല്ല വലുത്. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടി അതിനൊപ്പം വീഡിയോയും ചെയ്ത് എന്നിട്ട് ഇതേപോലെ പണിയും മേടിച്ച് വെച്ച് ഇപ്പം എന്തായി? ജാമ്യമില്ലാ വകുപ്പ് ഉണ്ടാക്കി കണ്ടിട്ട് പുതിയ കേസും ചാർജ് ചെയ്ത് ഇനി ഇപ്പം എന്നാണ് അറസ്റ്റ് എന്നറിയില്ല. അറസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ഇനി നിന്നെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അഖിൽ മാരാരെ, നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെന്നല്ല, നിങ്ങളെല്ലാത്തിനെയും വിമർശിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ കുറച്ചിടയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ധാർഷ്ട്യം പോലെ വന്നത് ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും കാശുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാശ് മേടിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. കാശ് മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും കേരളത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവരും നിനക്കെതിരായില്ലേ? പിന്നെ നിൻ്റെ കുറേ ചിങ്കിടികൾ മാത്രമേ ഉണ്ടാവും വല്ല പോസിറ്റീവായിട്ട് നിന്നെക്കുറിച്ച് പറയാനായിട്ട്. അല്ലാതെ ഒരാളുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്രയും വലിയ ദ്രോഹമാണ് നീ ഇപ്പോൾ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം നടക്കുമ്പോൾ, മേജർ രവി പറഞ്ഞിട്ടില്ലേ, ഒരു പ്രശ്നം നടക്കുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അല്ലാണ്ട് നീ പിണറായി വിജയനെ കുറ്റം പറയണതോ അത് കേട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയോ അതുപോലെയല്ല. ജനങ്ങളെ ഇളകിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. അഖിൽമാരത് മനസ്സിലാക്കണം. പാർട്ടി ഇതൊക്കെ വേറെ, എല്ലാവർക്കും ഇല്ലേ പാർട്ടി. പക്ഷെ ഇതൊരു രാജ്യത്തിൻ്റെ അല്ലേ നിങ്ങൾ കുറ്റം പറഞ്ഞത്. എന്നിട്ട് പിറ്റേ ദിവസം വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നൊക്കെ പറയണതൊന്നും ശരിയൊന്നുമല്ല. ഒരാളും വളച്ചൊടിച്ചതല്ല. നീ പറഞ്ഞത് എന്താണെന്നുള്ളത് അതിൻ്റെ ക്ലിപ്പ് സഹിതമാണ് ആൾക്കാർ വീഡിയോയിൽ എടുത്തിടുന്നത്. ഞാനിടണില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും കേട്ടതാണ്. പിന്നെ ഞാനും കൂടി അതിനകത്ത് ഇടേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് മാത്രം. ഇതെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറ്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാപ്പ് പറഞ്ഞു വരും. പക്ഷെ ഇതിനകത്ത് പണി പാളിപ്പോയി. എന്തായിരുന്നു പ്രസംഗം? കാറിലിരുന്നിട്ട് ഇതേപോലെ കാറിലിരുന്ന് എന്താ അടിച്ചു വിട്ടിരുന്നത്. നരേന്ദ്രമോദിനെ, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ. നീ മാത്രമേ ഉള്ളൂ ശരി, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചിരുന്നത്. എല്ലാവരും കേട്ട് കഴിഞ്ഞ കാര്യമാണത്. ഇനിയിപ്പോൾ അതിനകത്ത് മാപ്പും കോപ്പും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരാൾ നിന്നെ അംഗീകരിക്കില്ല. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എവിടെ ജീവിക്കണം? ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുണ്ട് തിന്നുക. അതന്നെ. ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഇതൊക്കെ നിൻ്റെ ആളിക്കത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി നീ എവിടേക്കോ ഒരു രീതിയിലേക്ക് ഓടിപ്പോകണമെന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറുത്ത പോലെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലിരിപ്പണം. നിന്നെ കുറേ ആൾക്കാരങ്ങനെ പൊക്കി പിടിച്ച് പിണറായി സർക്കാരിനെ നീ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിന്നെ അങ്ങോട്ട് താങ്ങി. മറ്റുള്ളവർ, കോൺഗ്രസ് മറ്റുള്ളവരൊക്കെ. അപ്പം നീ വിചാരിച്ച് എൻ്റെ കൂടെ കംപ്ലീറ്റ് ആൾക്കാരുണ്ടാവും. ഇപ്പം രാജ്യദ്രോഹ കുറ്റം വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഉണ്ടാ? ആരും വരില്ല. നമ്മളെന്തായാലും പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനുണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കിക്കോ. ഇപ്പം സ്വന്തം പോയി കിടക്കേണ്ടി വന്നില്ലേ? കിടന്നിട്ടില്ല, എന്തായാലും കൊണ്ടുപോകും.
അതുറപ്പാ. ഇനിയിപ്പം നീ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇറക്കിയാലും ചിലപ്പോൾ നിന്നെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം എല്ലാ ദിവസവും മാപ്പും കോപ്പും പറയാതെ ഓടിപ്പോയി ജയിലിൽ കിടന്ന് കണ്ടിട്ട് ഉണ്ട് തിന്നാൻ നോക്ക്. അപ്പം ശരി.